നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചോദിക്കണം, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ പറയാൻ ചാൻസ് ഉള്ളൊരു ഉത്തരം എന്താണെന്നറിയോ? നിങ്ങൾക്കും ആഗ്രഹമുണ്ട് കേട്ടോ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങണമെന്ന്. പക്ഷെ നിങ്ങൾ പറയാം അതിപ്പോൾ നല്ലതാണ്, പക്ഷെ കുറേ ഉണ്ടല്ലോ വീഡിയോസ്, ഇതൊക്കെ ആര് കാണാൻ, ഇപ്പം തന്നെ എത്ര ചാനലുകളാണ് അല്ലേ, കൂടുതലായി, ഇനിയിപ്പോൾ അതിലൊന്നും രക്ഷയില്ല, അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചാനൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്താറുണ്ടോ? സത്യം പറയട്ടെ, വീഡിയോസ് എക്സ്പ്ലോഡ് ചെയ്യുന്നൊരു സമയമാണ്, എന്ന് വെച്ചാൽ അവരുടെ പീക്ക് സമയമാണ്. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്ന് വെച്ചാൽ ഇന്നലെ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഇന്നാണ്, ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ കുറച്ച് മെൻഷൻ ചെയ്യാതെ പോകുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ സമഗ്രമായിട്ടെല്ലാം കവർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതൊരു 1-2 വീഡിയോസ് ഉണ്ടാവും ഈ സീരീസിൽ. കാരണം യൂട്യൂബിൽ എഡിറ്റിംഗ് എങ്ങനെയാണ്, ലൈറ്റിംഗ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഒരു വീഡിയോ സീരീസ്, 2-3 വീഡിയോസുള്ള ഒരു വീഡിയോ സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി യൂട്യൂബ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മൾ ഈ പണ്ടൊക്കെ ഈ നല്ല നല്ല ഏതെങ്കിലും സ്റ്റോക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നൊക്കെ ഞാൻ ആരായാലും കോടിപതി ആയാലും എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതുമാതിരി ഇന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് നല്ല വിധത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് നല്ല വിധത്തിൽ പഠിച്ച് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത്. എന്ന് വെച്ചാൽ ഫിനാൻസ് വൈസ് മാത്രമല്ല, കാശ് കിട്ടും എന്നുള്ള കാര്യം മാത്രമല്ല, ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണല്ലോ. നമുക്ക് പലർക്കും പല പല ആഗ്രഹങ്ങളുണ്ടാവും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് പൊതുവെ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒക്കെ നമ്മളെ അന്വേഷിച്ച് വരണ്ടേ, നിങ്ങൾ നല്ലൊരു അഭിനേത്രിയാണ് വരൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം തന്നെ എത്ര ആൾക്കാർ അഭിനയമോഹികളായിട്ട് നടക്കണോ, ആരും അവർക്കൊരു ചാൻസ് കൊടുക്കാൻ റെഡി ആവണില്ല. അത് അവർക്ക് കഴിവില്ലാഞ്ഞിട്ടില്ല, പക്ഷേ അത്രയും സാച്ചുറേറ്റഡ് ആണ് ആ ഒരു മേഖലയൊക്കെ. അതൊക്കെ നോക്കുമ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് യൂട്യൂബ് എന്നുള്ള ആ പ്രസ്ഥാനം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വലിയൊരു ക്രിയേറ്ററായി മാറാം. അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇനിയൊരു 20 വർഷം കഴിഞ്ഞത് നമ്മൾ ആലോചിച്ച് അന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറയാണ്, ഇതാണ് ബെസ്റ്റ് ടൈം. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ട് അന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ആദ്യം വരുന്ന ഒരു റോഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ നല്ല ക്യാമറ ഒന്നുമില്ല, ആകെ ഈ ഫോണേ ഉള്ളൂ, മൈക്കൊക്കെ വേണ്ടേ, പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ഭംഗിയുള്ള അങ്ങനെയൊക്കെ വേണ്ടേ, നല്ല ആൾക്കാർ കാണുള്ളൂ എന്ന്. പക്ഷെ ആക്ച്വലി ഞാൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു 4-5 വർഷം മുമ്പാണ്, ഞാൻ 2020-21 മറ്റാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എൻ്റെ ഫോണാണ്. എനിക്ക് ക്യാമറ ഉണ്ടായിരുന്നില്ല, മൈക്ക് ഉണ്ടായിരുന്നില്ല. ആ വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഞാനൊരു ചെറിയ ഫോണുണ്ട്, എനിക്ക് ആ വീഡിയോസ് കണ്ടറിയാം ഏത് ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്തതെന്ന്. ചിലതൊന്നും മുഖമൊന്നും കാണിക്കാണ്ട് സ്ലൈഡ്സ് പോലെ ഇട്ടിട്ട്. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോസ് പറയണത് അതൊരു ജിയോഗ്രഫി ബുക്കിനോട് സംബന്ധിച്ചുള്ള വീഡിയോസ് ആയിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് എനിക്ക് വേറൊരു ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുട്ടിയാണ്. അതാണെങ്കിൽ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോൾ എണീക്കുന്ന പ്രായമായിരുന്നു അതിൻ്റെ. അപ്പം ആകെ അങ്ങനെ ഒരു കുട്ടിയുണ്ട്, വേറെ ഒന്നുമില്ല, ഒരു ക്യാമറ ഒന്നുമില്ല, ഒരു ഫോണുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ ഇന്നൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് വലുതായ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര സൗകര്യത്തിൽ യൂട്യൂബ് തുടങ്ങാൻ പറ്റും. കുട്ടികളുള്ളപ്പോൾ മനസ്സിലാവും നമുക്ക് എത്ര സമയമുണ്ടെന്നല്ലേ. അവർ വലുതാവുമ്പോഴാണ് നമുക്ക് എത്ര സമയമായിരുന്നു ആ കുട്ടി ഫുൾ ടൈം നമ്മൾ കുട്ടിയെ നോക്കുന്ന സമയമൊക്കെ നമുക്ക് ഫ്രീ ആയി കിട്ടില്ലേ. അപ്പോൾ കുട്ടികളൊക്കെ വലുതായ ആൾക്കാർ അല്ലെങ്കിൽ ബാച്ചിലേഴ്സായി നടക്കുന്ന ആൾക്കാർക്ക്, കുട്ടികളുള്ള ആൾക്കാർക്ക് പോലും സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് യൂട്യൂബ്. എന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇത് ശരിയാവട്ടെ എന്നിട്ട് തുടങ്ങാം, അത് ശരിയാവട്ടെ എന്നിട്ട് തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അങ്ങനെ എല്ലാം ശരിയായിട്ടൊരു കാലവും വരില്ല, അത് നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ ആകെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊന്നും ഇല്ല എക്സ്ക്യൂസുകൾ പറയാം. ഒരു വീഡിയോ നല്ല വൃത്തിക്കൊക്കെ ഉണ്ടാക്കുക. നമുക്ക് അറിയാവുന്ന പോലെ, വൃത്തിക്ക് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പ്രശ്നമായി, വൃത്തിക്ക് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ സാരമില്ല, അറിയാവുന്ന പോലെ ചെയ്യാം. കുറച്ച് പഠിക്കുക, യൂട്യൂബ് തന്നെ നോക്കിയിട്ട് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിന് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യുക. പിന്നെ പലരും പറഞ്ഞിരുന്നു എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത്. എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കുറച്ച് വൃത്തിയിലാക്കണ്ടേ ആൾക്കാർ കാണുന്ന ഭാഗത്തിന്. അപ്പോൾ അതിന് പല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് നമ്മുടെ ഫോണിൽ തന്നെയുള്ള പലതും ഉണ്ട്. ഞാൻ ഇടയ്ക്ക് എഡിറ്റ്സ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്, അത് ഉപയോഗിക്കാറുണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിക്കണ്ടായിരുന്നു അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നൊരു കാര്യം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാമെന്ന്. അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താം കേട്ടോ. എഡിറ്റ്സ് വെച്ചിട്ട് ഒരു ചെറിയൊരു സാധനം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, അതെന്താ ചെയ്യേണ്ടത്, സിമ്പിളാണ്. പക്ഷേ അറിയില്ലെങ്കിൽ അറിയില്ല, അറിയുമ്പോൾ അറിയാം, അങ്ങനെ ഒരു സംഭവമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചൊരു ധൈര്യം വരും. നിങ്ങൾ വലിയ വീഡിയോസൊക്കെ ക്യാമറയിലൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പാടായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ലാപ്ടോപ്പും അതിന് പറ്റിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഞാൻ ഫൈനൽ കട്ട് പ്രോ അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യാറുണ്ട് എഡിറ്റ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് ഞാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല, ഞാൻ ഈ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് തന്നെ യൂസ് ചെയ്തത്. ഞാൻ പറയുകയാണെങ്കിൽ
സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ എല്ലാം പെർഫെക്റ്റായി കൊണ്ട് വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. പക്ഷെ അത് സമയമെടുക്കും. ഇപ്പം നല്ലൊരു ക്യാമറയിൽ നല്ലൊരു വീഡിയോ എടുക്കാൻ തന്നെ പഠിക്കണം. അപ്പേർച്ചർ പഠിക്കണം, എന്താണ് ലെൻസ്, ഏത് ആണ് ഫോക്കൽ ലെങ്ത് വേണ്ടത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ എടുക്കുന്നത് ലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ബേസിക്കായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫോണിൽ സിമ്പിളായിട്ട് ഞെക്കിയ ഒരു വീഡിയോസ്, ഒരു മാന്യമായ വീഡിയോ കിട്ടും. ആ രീതിയിൽ തുടങ്ങുക. ഇനി യൂട്യൂബിൽ എങ്ങനെ സക്സസ്ഫുൾ ആവാം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അല്ലേ. എത്രയോ പേര് യൂട്യൂബ് വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ ആകെ കുറച്ച് പേരുടെ യൂട്യൂബ് വീഡിയോസ് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ എന്താണ് ഈ യൂട്യൂബിൻ്റെ അൽഗോരിതത്തെ നമ്മൾ എങ്ങനെയാണ് അതിനെ റെഡിയാക്കുക, നമുക്ക് ഫേവറബിൾ ആക്കുക എന്ന് ചിന്തിച്ചാൽ 2 കാര്യമുള്ളൂ. ഒന്ന്, യൂട്യൂബിൽ ആര് വീഡിയോ ഇട്ടാലും ആ വീഡിയോ ബാക്കിയുള്ള ആൾക്കാർക്ക് കണ്ട ഇതെന്താണെന്ന് ക്ലിക്ക് ചെയ്യാനെന്ന് തോന്നണം. ഇപ്പം ക്ലിക്ക് ആണ് നമ്മുടെ ഒരു സംഭവം, ക്ലിക്ക് റേറ്റ്. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇട്ടിട്ട് പോരുത്, ആൾക്കാരത് വാച്ച് ചെയ്യണം അല്ലേ. വ്യൂ ഡ്യൂറേഷനാണ് അടുത്ത കാര്യം. അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റും വ്യൂ ഡ്യൂറേഷനും മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, എത്ര പേര് ഈ വീഡിയോ കാണുന്നു, എത്ര പേർക്ക് ഈ വീഡിയോ എത്തുന്നു, എന്നുള്ള എല്ലാ കാര്യങ്ങളും ഫൈനലി ഈ 2 കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് പറയാറില്ല, ഞാൻ വീഡിയോ ഇട്ടു പക്ഷെ ഒരു വ്യൂ ഇല്ല, 1 ആൾ 2 ആൾ, ചിലപ്പോൾ അതുമില്ല, 0 വ്യൂസ് അങ്ങനെയാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നല്ലതാന്ന് ആൾക്കാർ കണ്ടാൽ നന്നായിരുന്നു എന്നുള്ള കാര്യം ഓക്കെ, നല്ല കാര്യം തന്നെയാണ്, ആൾക്കാർ കണ്ടാൽ നല്ലതാണ് നമുക്ക്. പക്ഷെ അവർക്കത് നല്ലതാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ ഇട്ട അതേ വീഡിയോ വേറൊരാൾ ഇട്ടിരുന്നെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുമോ, കാണുമോ? ഇല്ലയെന്നായിരിക്കും മിക്കവാറും നമ്മൾ ഉത്തരം. നമുക്ക് വേറെ വീഡിയോസ് ഉണ്ടല്ലോ കാണാൻ, എന്തിനാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണണേ, ഇത് തന്നെ അവരും ചിന്തിക്കുക, എന്തിനാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണണേ, വേറെ ആൾക്കാരുടെ വീഡിയോ നല്ലതുണ്ടല്ലോ. അപ്പം നല്ലതുണ്ടല്ലോ എന്ന് പറയുന്നില്ലേ, അതാണ് ആ ട്രിക്ക്. എന്താണ് നല്ലത്? ഒന്ന്, നമ്മളിപ്പോൾ ഭയങ്കര ഒരു ക്ലിക്ക് ബെയ്റ്റ് ഒക്കെ ആയിട്ടൊരു തമ്മിൽ ഇട്ടു, പക്ഷെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ആൾക്കാർക്ക് ദേഷ്യം പിടിക്കും, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന അടുത്ത് ഈ വെറുതെ ഒരു തമ്മിലും. ഇപ്പോൾ ചില വീഡിയോസ് ഉണ്ടല്ലേ, ആ നടി ചെയ്തത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് കുറേ വീഡിയോസ് ഉണ്ട്, എടുത്ത് നോക്കി ഒന്നും ഉണ്ടാവില്ല, ആ നടി അതുകൊണ്ട് നടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് താഴെ കമൻറ്റ് വായിക്കാനുണ്ട് രസം. ആ വീഡിയോ ഉണ്ടാക്കിയ ആളുടെ അടുത്ത് നന്നായിട്ട് ചീത്ത പറയുണ്ടാവും. ഞാൻ പറഞ്ഞാൽ അത് നല്ലൊരു രീതിയല്ല വീഡിയോ ഉണ്ടാക്കുന്നത്. നമ്മൾ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തമ്മിൽ, നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതെന്തിനെ കുറിച്ചാണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നൊരു തമ്മിൽ നമ്മൾ ഇടുക. പിന്നെ ടൈറ്റിലും അതുമാതിരി തന്നെ ഒരു ക്ലിക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതിൻ്റെ കോണ്ടൻറ്റ് എങ്ങനെ ഇരിക്കുന്നു, അതിന് എന്തെങ്കിലും വാല്യൂ കിട്ടണം. ഇപ്പം നമ്മൾ തന്നെ വാച്ച് ചെയ്യുന്ന വീഡിയോസ് നോക്കിയാൽ മതി. ഒന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ചാനലിൽ ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒന്നില്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പല കോമഡി സ്കിറ്റുകൾ പോലത്തെ ആൾക്കാർ ചെയ്യാറില്ലേ വീഡിയോസ്, അപ്പോൾ അത് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സീരിയൽ പോലെയൊക്കെയുള്ള വീഡിയോസ് ഉണ്ടാകാറില്ലേ, ചെറിയ മിനി മൂവീസൊക്കെ പോലെ. അപ്പോൾ അത് എൻ്റർടൈൻമെൻ്റ് ആണ്, പാട്ടും എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ എൻ്റർടൈൻമെൻറ്റും പിന്നെ വ്ളോഗ്സ് ഉണ്ട്. വ്ളോഗ്സ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ വ്ളോഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരാളായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെപ്പോലുള്ള വേറൊരാൾ യൂട്യൂബിൽ നിന്ന് അയാളെങ്ങനെയാണ് മീൻ വറക്കുന്നത്, അയാളെങ്ങനെയാണ് കഞ്ഞി കുടിക്കുന്നത് എന്നൊക്കെ എന്നെപ്പോലെ തന്നെയാണോ, എന്നെപ്പോലെ തന്നെ ആണെങ്കിൽ എന്നെപ്പോലെ തന്നെ കഞ്ഞി കുടിക്കുന്ന ഒരാളോ, എന്നെപ്പോലെ തന്നെ പ്ലാവില യൂസ് ചെയ്യുന്ന ആളോ, എന്നെപ്പോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന ആളോ, എന്നെപ്പോലെ തന്നെ കുട്ടികൾക്ക് ഇതുണ്ടാക്കുന്ന ആളോ. അപ്പോൾ അതൊരു ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പുതുതായിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം കൊണ്ട് വ്ളോഗേഴ്സ് നന്നായിട്ട് ചെയ്യും. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ അത് തെറ്റൊന്നുമല്ല. വ്ളോഗിങ് എന്താ അതിലുള്ള അങ്ങനെ ഈ പറയുന്ന ആൾക്കാരൊന്ന് ചെയ്ത് നോക്കട്ടെ. വ്ളോഗിങ് എന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു കഷ്ടപ്പാടുണ്ട് ദാസ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് കോണ്ടന്റ് ക്രിയേറ്ററും ചെയ്യുന്നതും പുച്ഛിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അവരാണെങ്കിൽ പഠിപ്പിക്കുക, അത് കുഴപ്പമില്ല, പക്ഷേ ഇവരൊക്കെ എന്ത് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയണേക്കാം. അതിലർത്ഥമില്ല. ആകെയുള്ളത് ഇപ്പോൾ നമ്മൾ പറയാറില്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താ വേണ്ടത്? അണികൾ. അതുമാതിരി തന്നെ യൂട്യൂബിൽ ഒരു നല്ല ക്രിയേറ്റർ ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? ജനറലി നല്ല കോണ്ടന്റ്, ആ കോണ്ടന്റ് കാണുന്ന ഓഡിയൻസ്. അപ്പോൾ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു യൂട്യൂബർ ആവാന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടന്റ് കൂടുതൽ ആൾക്കാരിലെത്തും, നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിഷ്യലാണ്. ചിലർ പറയാറുണ്ട് കാശിന് വേണ്ടി അവർ യൂട്യൂബിലിടുന്ന ഈ കുക്കിംഗ് വീഡിയോസ് അതൊക്കെ. അതെന്താ, കാശ് ഇഷ്ടമല്ലേ, മോശമാണോ കാശ്? ഇതൊക്കെ ഓരോരോ പഴഞ്ചൻ ചിന്താഗതി. കാശ് നല്ലതാണ്, കാശ് കൊണ്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ. കാശ് കിട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് പുച്ഛിക്കുന്നത്? പിന്നെ അവർ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്നതിന് എന്തിനാ ഇത്ര വിഷമം? അതിൻ്റെ ആവശ്യമില്ല. അത് കാണുന്ന ആൾക്കാരുണ്ട്, അവർക്കത് എന്തെങ്കിലും ഒരു രീതിയിൽ ബെനിഫിഷ്യൽ ആവുന്നുണ്ടല്ലേ അവർ കാണുന്നത്.
പിന്നെ അങ്ങനെ പല രീതിയിൽ എങ്ങനെയെങ്കിലും ഇതിനെ വിമർശിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഒരു ദിവസം ഇവരെടുക്കുന്ന പണി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. എങ്ങനെ ചത്ത് കിടന്നാലും അവർ ഉണ്ടാക്കുന്ന വ്യൂസിൻ്റെ അടുത്തെത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള ആ എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് ഈ ആദ്യം ഒരാൾ ചെയ്യുന്ന കാണുമ്പോഴുള്ള പറച്ചിൽ മാത്രമേ നമുക്കുള്ളൂ. അതിൻ്റെ പിറകിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എങ്ങനെ പഠിക്കും? അത് ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കുറേ ചിന്തിക്കാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വീഡിയോസ് ഇല്ല, നമ്മൾ കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മേഖലകൾ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അത്യാവശ്യം എൻ്റെ ഏരിയ എന്ന് വെച്ചാൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനറലി എൻ്റെ ലൈഫ് ഇൻ ജർമ്മനി എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് ഇടുകയാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം, ജീവിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അതല്ലാണ്ട് ഞാനിപ്പോൾ US പോയിട്ടില്ല, താമസിച്ചിട്ടില്ല. അവിടെ ഞാൻ ലൈഫ് ഇൻ US കമ്പയർഡ് ലൈഫ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാലോ, എന്തെങ്കിലും ഇതുമാതിരി ഒട്ടും അറിയാത്ത ചൈനീസ് പഠിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടാലോ. ഞാൻ ചൈനീസ് പഠിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടാണെങ്കിൽ ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഒന്നാമത് എനിക്ക് തന്നെ ഒന്നും അറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ എങ്ങനെയാണ് വേറെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക? വേണമെങ്കിൽ ചൈനീസ് പഠിക്കുന്നതിനെ കുറിച്ച് എനിക്കുള്ള പേടികൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാം. അല്ലാണ്ട് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത മേഖലയെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാൻ നോക്കരുത്. എന്ന് വെച്ചാൽ നീഷ് എന്ന് പറയില്ല, ഏത് മേഖലയിലാണ് ഇടേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് പലർക്കുള്ളത്. എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ കാണണേ, എന്തൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്ന വീഡിയോസില്ലേ ആരും കാണാൻ പോകുന്നില്ല, 0 വ്യൂസ് കിട്ടുന്നു എന്ന് പറയുന്നില്ലേ, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആരും കാണാനുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിങ്ങനെ ഈ വീട്ടിലെ ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്ന പതിവൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 1-2 വീഡിയോ മറ്റേ ഞാൻ കുറച്ച് കുഴപ്പമില്ല, എന്നെ പുച്ഛിക്കില്ല എന്ന് വിചാരിക്കുന്ന 2 പേർക്ക് അയച്ചു കൊടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. കാരണം ഞാനിങ്ങനെ ആലോചിച്ചു, അവരിപ്പോൾ എനിക്ക് അയച്ചെന്നാൽ ചിലപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അല്ലെങ്കിൽ ഞാൻ കാണില്ല. പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ അയച്ചു കൊടുക്കണേ? അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ടോപ്പിക്സ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എത്തണം, അല്ലാണ്ട് എല്ലാവർക്കും എത്തുക അല്ലെങ്കിൽ എല്ലാവരും കാണണം എന്നൊക്കെ പറയുന്നത് ഒരു ദുർവാശിയാണ്. നമ്മളങ്ങനെ ദുർവാശിക്കാരി ആവരുത്. പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ഇപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിച്ചു. കേക്ക് ഉണ്ടാക്കുന്നത് ഡിഫിക്കൽട്ടാണ്. ആദ്യമൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കേക്കൊക്കെ പായസം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ഫെയിലാവും. പക്ഷെ എന്നാലും നമ്മൾ ശ്രമിക്കും, ഇടയ്ക്കൊന്ന് റെഡിയാവും, ഷേപ്പ് ശരിയായില്ലെങ്കിൽ ടേസ്റ്റ് ശരിയാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് വരില്ലേ. അതുമാതിരി ഒരു ലേണിങ്. അല്ലെങ്കിൽ നിങ്ങൾ അഭിനേതാക്കൾ ആദ്യത്തെ സിനിമയൊക്കെ, അല്ലാതെ എന്നല്ല ഞാൻ പറയണത്, അല്ലാതെ സാധാരണക്കാരുടെയൊക്കെ ആദ്യത്തെ ചില പടങ്ങളൊക്കെ കണ്ടാകുമ്പോഴേക്കും ദൈവം ഇയാൾക്ക് എങ്ങനെ രണ്ടാമത്തെ പടം കിട്ടിയെന്ന്. പക്ഷെ പിന്നെ അവർ പഠിച്ച് പിന്നെ അടിപൊളി നടന്മാരും നടിമാരൊക്കെ ആവുന്ന കാണാം. അപ്പോൾ അത് കുറച്ചൊരു പ്രാക്ടീസും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ റെഡിയാവും. യൂട്യൂബ് അങ്ങനെയല്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രൊഡ്യൂസറോ ഡയറക്ടറോ നിൽക്കണ്ട, നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ, നമ്മളാണ് നമ്മുടെ ഡയറക്ടർ. അതുകൊണ്ട് ആരുടെ സമയത്തിനോ പൈസയ്ക്കോ വേണ്ടി നമ്മൾ കാത്തിരിക്കാണ്ട് നമുക്ക് സ്വയം ചെയ്യാവുന്നൊരു സംരംഭമാണ് യൂട്യൂബ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഈ കുറേ ആഗ്രഹങ്ങളുണ്ട്, അങ്ങനത്തെ വീട്ടമ്മമാരുണ്ട്, കുറേ നല്ല കഴിവുള്ള സ്ത്രീകളുണ്ട്. നിങ്ങൾ ഈ കോളേജുകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ അറിയാലോ, എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യം ഞാൻ പറയണം, പുരുഷന്മാരും ഉണ്ട്, എന്നാലും സ്ത്രീകളൊക്കെ വളരെ വളരെ കഴിവുള്ള എന്തൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ പക്ഷെ കല്യാണം കഴിച്ച് പിന്നെ ആ കുട്ടികളുടെ ഇതിലേക്ക് പോയി, പിന്നെ ആ കുട്ടികളെ നോക്കി, പിന്നെ ആ കഴിവുകളൊക്കെ പോയി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. പക്ഷെ അവരുടെ ഉള്ളിൽ പാഷൻ ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പിന്നെ ആ കുട്ടികളൊന്ന് വലുതായിട്ട് ഇനിയിപ്പോൾ അങ്ങനെ വലിയ പണിയൊന്നുമില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ, പക്ഷെ എന്നെക്കൊണ്ട് പറ്റും, അങ്ങനത്തെ ഒരു പേടിയായിരിക്കും, ഫിയർ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ കോളേജിലൊക്കെ അടിപൊളി ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു സ്കിൽസൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്ത് മുന്നോട്ട് വരാൻ പറ്റിയ ഒരു സംഭവമാണ് യൂട്യൂബ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ചെയ്യാറുള്ളൊരു കാര്യം പറയാം. ഇപ്പം നമുക്ക് എങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനത്തെ തംബ്നെയിൽസ് ഇടണം, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഈ ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ നല്ല പാടാണ്. ജനറലി അങ്ങനെ ശൂന്യതയിൽ നിന്നൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ തവണ ഒരു ബുക്കിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റീൽ ലൈക്ക് എൻ ആർട്ടിസ്റ്റ്. ആ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഓൾറെഡി ഉള്ളത് തന്നെയാണ്, പക്ഷെ എല്ലാവരും അതൊന്ന് ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ ഓൺ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പം ആർട്ടാണെങ്കിലും എന്ന് വെച്ചാൽ പെയിൻറ്റിങ്സ് അങ്ങനത്തെ ആണെങ്കിലും ബുക്കുകളാണെങ്കിലും എല്ലാ കഥകളും ഇവിടെ ഓൾറെഡി വേറെ ഏതൊക്കെയോ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതിനെ വേറെ രീതിയിൽ പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഒരു കാഴ്ചപ്പാടിൽ പറയുക, അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബ് വളരെ സീരിയസ് ആയി എടുക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു തംബ്നെയിലോ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മളിപ്പോൾ കുക്കിംഗ് ചാനലായിരിക്കും ഉണ്ടാക്കുന്നത്, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു തംബ്നെയിൽ കണ്ടു, ഇത് പക്ഷേ ഇതുപോലത്തെ തംബ്നെയിൽ എനിക്കും ഉണ്ടാക്കാമല്ലോ
എക്സാക്ട്ലി അതല്ല, നമ്മുടെ നീഷ് വേറെ ആയതുകൊണ്ട് അതിനെ നമ്മൾ കുറച്ച് മാറ്റണം, നമ്മുടെ ഓൺ രീതിക്ക് വേണ്ടിയിട്ട് അതിനെ മോഡിഫൈ ചെയ്യണം. പക്ഷെ അതൊക്കെ നമുക്ക് ഓരോ ഇൻസ്പിറേഷൻ. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കോ, ഈ തമ്മിൽ കൊള്ളാം, ഈ ടൈറ്റിൽ കൊള്ളാം, അല്ലെങ്കിൽ അവർ സ്റ്റാർട്ടിങ് സമയത്ത് പറയുന്നൊരു കാര്യം, ഇത് എൻ്റെ വീഡിയോയ്ക്കും ഉപയോഗിക്കാം. കഴിവതും നിങ്ങൾ നിങ്ങളുടെ നീഷിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന എക്സാക്ട്ലി അതേ സാധനങ്ങൾ ഉപയോഗിക്കാം. കോപ്പി അടിക്കരുത്. ഇൻസ്പയർഡ് ആവുന്ന കുഴപ്പമില്ല. ഞാൻ അങ്ങനെ കോപ്പി അടിച്ചും വളർന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അതും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സംഭവം ഉള്ളപ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം, സംതൃപ്തി ഉണ്ടാവില്ലേ? കോപ്പി അടിച്ച് വളരുമ്പോൾ നമ്മൾ വളരെ സാമർത്ഥ്യം കാണിക്കുന്നു നമുക്ക് തോന്നും. പക്ഷെ കോപ്പി അടിച്ച് നമ്മുടെ വേറെ ആൾക്കാരുടെ ജസ്റ്റ് കോപ്പി അടിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് പക്ഷെ ആ സംതൃപ്തി ഉണ്ടാവില്ല. നമ്മളായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്ത്, നമ്മളായി എക്സ്പെരിമെൻറ്റ് ചെയ്ത് അത് ഫെയിലായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ആ കോപ്പി അടിച്ച് വരുന്നവർക്ക് കിട്ടില്ല. അതുകൊണ്ട് കോപ്പി അടിക്കാൻ നിൽക്കരുത്, ഇൻസ്പയർഡ് ആവുക. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഓൺ രീതിയിൽ ഇത് ആശയം മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക്കുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഇങ്ങനെ ഇടണം, അപ്പോൾ അത് എഴുതി വയ്ക്കുക, നന്നായി എഴുതി വയ്ക്കുക. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു തലയും വാലയും നമുക്കുണ്ടാവില്ല, ആ ഐഡിയ മുഴുവൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നോട്ട്സ് ആപ്പ് ഉണ്ടാവില്ല, അപ്പോൾ ഇതിനൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ നമുക്കൊരു ഇത് കിട്ടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തപ്പോൾ നമ്മൾ ഇത് കൂടെ ഒക്കെ നോക്കിയാൽ നമുക്ക് നല്ല ഐഡിയാസ് വരും. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി നല്ല കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ എല്ലാം. പിന്നെ കോമൺ ആയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, നമ്മൾ ഫോണിൽ, ഞാനൊക്കെ ആദ്യം ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യും. ആദ്യമൊക്കെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ നടക്കുള്ളൂ. കാരണം ബാക്ക് ക്യാമറ എവിടേക്കാണ് പോയിന്റ് ചെയ്യണം, നമ്മളെയാണോ കറക്റ്റായിട്ട് ഫോക്കസ് നമുക്ക് അറിയില്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പകുതിയാണ് കിട്ടിയെങ്കിലോ. അപ്പോൾ ഞാനിപ്പോഴും ഫ്രണ്ട് ക്യാമറയാണ് ആദ്യം യൂസ് ചെയ്തത്. അതല്ല ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുക, കാരണം ബാക്ക് ക്യാമറയാണ് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് അതിന് ധൈര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ക്യാമറ തന്നെ യൂസ് ചെയ്യുള്ളൂ, എന്നെ പോലെ ആണെങ്കിൽ. അപ്പോൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം, നമ്മളെ കാണാലോ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ കാണാലോ. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മളെ തന്നെ നോക്കിയിട്ട് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോഴേ നമുക്ക് ആ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ അവിടെ നോക്കി സംസാരിക്കുന്ന പോലെ തോന്നും. മനസ്സിലായോ? ഇങ്ങനെ ക്യാമറയെ നോക്കി സംസാരിക്കണം, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസ് ആണെങ്കിൽ ഇപ്പം, അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ വ്യൂ ഫൈൻഡറിൽ നോക്കാണ്ട് അതിലിങ്ങനെ കാണാൻ പറ്റില്ല. അല്ലാണ്ട് ക്യാമറയെ നോക്കി സംസാരിക്കുന്ന സ്കില്ല് നോക്കണം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാധനമല്ലേ, അത് ക്യാമറ എന്ന് പറയുന്നത് ഒരു സാധനമാണെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ സംസാരിക്കുന്നില്ല ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോണിനോടല്ലേ സംസാരിക്കുന്നത്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് അപ്പുറത്ത് എത്തുന്നുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാം, അപ്പം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ അത് കിട്ടും പിന്നീട് എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുക. അതിപ്പോൾ ഫോണിൽ അപ്പം തന്നെ അപ്പുറത്തെ അറ്റത്ത് കിട്ടും, ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. നമ്മൾ വോയിസ് മെസ്സേജ് അയക്കില്ലേ, അതൊക്കെ എങ്ങനെയാണ്, അതേ ഒരു രീതിയിൽ തന്നെ ക്യാമറയോട് സംസാരിക്കുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണ വീഡിയോ മെസ്സേജ് ആണെന്നുള്ള രീതിയിൽ അങ്ങ് തുടങ്ങാം. കാരണം ചില ആൾക്കാർക്ക്, എനിക്കൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതിങ്ങനെ ചെയ്തേത് മാറുന്ന സംഭവം, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. പിന്നെ ആദ്യമൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴല്ലോ അതൊരു രസമാണ്. കുറേ കാലം കഴിഞ്ഞ് നമ്മളെടുത്ത് നോക്കും, അയ്യേ നോക്കി എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നില്ല എന്നുള്ളൊരു ഇത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ എന്താ പറയുക, നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമല്ലേ. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും വ്യൂവേഴ്സിനും പ്രശ്നമാവില്ല. നമ്മുടെ കോണ്ടന്റിൽ നല്ല വാല്യൂ ഉണ്ട്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവർക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ ആ വീഡിയോസ് കാണും, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പൊതുവെ നമ്മളൊരു വിചാരം എല്ലാവരും ദുഷ്ടന്മാരാണ്. ചിലപ്പോൾ ഒരു വീഡിയോ കിട്ടുന്ന ഒരു കമൻറ്റ് വരും, നിങ്ങളുടെ വീഡിയോ ഭയങ്കര ബോറാണ്, ഇനി അപ്ലോഡ് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ ഇടും. അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇംഗ്ലീഷിൻ്റെ ചാനലിൽ പറയായിരുന്നു, അങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് കോമൻറ്റ്സ് ഒന്നും വരാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ ആ നീഷിലുള്ള ആൾക്കാർ, വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആൾക്കാർ മാത്രമാണ് എൻ്റെ ചാനൽ കാണുക. അല്ലാണ്ട് വെറുതെ നടക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് വേണ്ടി കണ്ടു ഇവളൊന്ന് ശരിയായി കളയാന്നിട്ടൊരു കോമൻറ്റ് ഇടുന്ന ആൾക്കാർ പൊതുവെ ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അങ്ങനെ അങ്ങോട്ട് വരാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ കോമൻറ്റ്സ് വരാറില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, നെഗറ്റീവ് കോമൻറ്റ് വേണോ എന്നൊരാൾ ചോദിച്ചു. നെഗറ്റീവ് കോമൻറ്റ് വേണമെന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. അപ്പം ഞാൻ വിചാരിക്കും, എന്താണ് അയാളുടെ മാനസികാവസ്ഥ? അപ്പം ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല, അതാണ് ആലോചിക്കുന്നത്. ഇതൊക്കെ ആ കോമൻറ്റ് എടുത്ത് അയാളുടെ എന്തോ മാനസിക പ്രശ്നമാണ്. നമ്മളിതിനെക്കുറിച്ച് ബോധവിടാണ്. അവരുടെ പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്യുക. നമുക്കിവിടെ ഇഷ്ടംപോലെ വേറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പം നമ്മൾ പാവം വട്ടാണല്ലേ എന്ന പ്രശ്നങ്ങൾ പോവുക. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ നെഗറ്റീവ് കോമൻറ്റ്സ് ഇടുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെറിഗേറ്ററി ആയിട്ട് ഒരു റിമാർക്സ് പറയുന്ന ആൾക്കാരുടെയൊക്കെ നമ്മളങ്ങനെ ഇഗ്നോർ ചെയ്യാം, ചെയ്തോട്ടെ, ലെറ്റ് ദം അല്ലേ. നമുക്ക് വേറെ എന്തൊക്കെ ഇവിടെ ഫോക്കസ് ചെയ്യാനുണ്ട്, അത് നമ്മൾ പഠിക്കും. അതാണ് ഈ യൂട്യൂബ് തുടങ്ങാനായിട്ടൊരു ഗുണം. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ അധികം ഒന്നും പുറത്തേക്ക് അങ്ങോട്ട് എക്സ്ട്രോവേർട്ടായിട്ട് നടക്കാത്ത ആൾക്കാർക്ക് നമുക്കൊരു പേടിയാണ്, ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു. അങ്ങനെ പേടിയുള്ളവർ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. കാരണം നമ്മളെ അങ്ങനെ എടുത്ത് ഇടുക, എന്നാ പറയേണ്ടതൊക്കെ പറഞ്ഞോടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴല്ല നമുക്കൊരു തൊലിക്കെട്ടിയും വയ്ക്കും. എന്നുവെച്ചാൽ ഞാനൊക്കെ
ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല ബോൾഡായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. എനിക്ക് പറയാനൊക്കെ ഭയങ്കര ആഗ്രഹവും ഒക്കെ ഉണ്ട് കേട്ടോ, അതില്ല എന്നല്ല. പക്ഷേ എനിക്ക് ടെൻഷനായി, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ തെറ്റെല്ലാവരും തെറ്റിദ്ധരിക്കും. ഒരു 1000 ചിന്തകളാണ്. പക്ഷെ എങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കുറേ ചെയ്യുന്നവരും നമ്മൾ ബെറ്ററായി, നമ്മൾ പ്രസൻറ്റേഷൻ സ്കിൽസ് നന്നായി, അങ്ങനെ കുറേ രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഡെവലപ്പ് ആവും കേട്ടോ. എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട്, ഒരു സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമല്ലേ. നമുക്ക് സെക്യൂർ ആവുക ഫിനാൻഷ്യലി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഓരോരോ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കുന്നത് നല്ലതാണ്. മെയിൻ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യാറുണ്ടല്ലേ. അപ്പം അതുപോലെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് യൂട്യൂബ്. അതാണ് പലരുടെയും യൂട്യൂബിനോടുള്ളൊരു അട്രാക്ഷൻ. പക്ഷെ ഞാൻ പറയുന്നത് അതിനേക്കാളും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ റിഫൈൻ ചെയ്യും, നമ്മളെ കാണും, പറയുന്നത് എങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫേക്ക് ആയി കഴിഞ്ഞാൽ അതും ആൾക്കാർക്ക് മനസ്സിലാവും. പലർക്കും ഒരു പേടി, ഞാനിപ്പോൾ എൻ്റെ ഒറിജിനൽ രൂപത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിച്ചാൽ ആൾക്കാർക്ക് ദേഷ്യം പിടിക്കുമോ, എന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാർ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്നെന്ന്. പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര മയത്തിൽ അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ പൊതുവേ കുറച്ചുകൂടി ഒരു മയം എനിക്ക് തന്നെ തോന്നാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ അയാൾക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അയാളെ പേടിപ്പിക്കാതെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളിലുണ്ടാകും, ജെന്യുവൻ ആയിട്ടുള്ളതുകൊണ്ടാണ്. പക്ഷെ അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനങ്ങനെ ഭയങ്കര മയത്തിലൊന്നും സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്തിരിയൊക്കെ ഇങ്ങനെ ഗൗരവത്തോടെ കാര്യങ്ങൾ പറയില്ലേ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പം എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അവളുടെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഞാനെന്താ അതിനെക്കുറിച്ച് അധികം കെയർ ചെയ്തില്ല. കാരണം ഞാനല്ലാണ്ട് വേറൊരാളെ ഇനിയിപ്പോൾ ഞാനായിട്ട് വന്ന് പ്രസൻറ്റ് ചെയ്താൽ എത്ര കാലം ഞാൻ അങ്ങനെ പ്രസൻറ്റ് ചെയ്യും? ഒറ്റ വീഡിയോയിൽ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ എനിക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഞാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെയാ അങ്ങനെ അങ്ങ് പ്രസൻറ്റ് ചെയ്ത് അത് നമുക്ക് എളുപ്പം. അതുപോലെ അവർക്ക് നമ്മളെന്ന ആളെ ഇഷ്ടപ്പെട്ടാൽ ഇടുന്നാൽ പോരെ. വേറൊരാൾ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് അവർ നമ്മളെ ഫോളോ ചെയ്യണ്ടോ, നമ്മളെ വീഡിയോസ് കാണേണ്ട കാര്യമില്ലല്ലോ. നമ്മളായിട്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മളെങ്ങനെ സംസാരിക്കുക, നമ്മൾ ചിന്തിക്കുന്നത്, മണ്ടത്തരങ്ങളുണ്ടെങ്കിൽ മണ്ടത്തരങ്ങൾ എല്ലാം അങ്ങനെ പറയാം, നമ്മളായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ സെൽഫായിട്ട് കുറച്ച് അടുക്കാനും തുടങ്ങുമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങുമ്പോൾ. ഇനി യൂട്യൂബ് തുടങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങളൊന്നുമില്ല, ക്യാമറ വേണം, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, ഫോൺ മതി. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മൈക്ക് നല്ലത് പറഞ്ഞ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് നല്ല മൈക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതല്ലേ ഏറ്റവും ചീപ്പായിട്ടുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്കാണ് ബോയാന്ന് പറഞ്ഞിട്ട്. ഇത് ആമസോണിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചാൽ. ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി കുഴപ്പമില്ല. പിന്നെ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഓഡിയോ ഇല്ല എന്നുള്ള അത് റിയലൈസ് ചെയ്യുന്ന ഇഷ്ടംപോലെ വീഡിയോസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയും, നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടു, അതിൻ്റെ ബട്ടൺ അല്ലെങ്കിൽ ഇതിനൊരു സ്വിച്ച് ഉണ്ട്, അത് മറ്റേ സ്ഥലത്തേക്കാണെങ്കിൽ റെക്കോർഡ് ആവില്ല. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ എന്താ പറയുക കേസുകളുണ്ടായിട്ട്. അത് നിങ്ങൾ ആലോചിച്ചേക്കണേ, മോനൊക്കെ ഉറങ്ങണ ആ സമയത്ത് നമ്മൾ വന്നിരുന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും തീർക്കണം. പക്ഷേ ചിലപ്പോൾ റെക്കോർഡ് ചെയ്തപ്പോൾ ഓഡിയോ ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ ഓഡിയോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ കുറേ ദുരന്തങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു രസമാണ്, ഒരു ത്രില്ലാണ്. ഒരാളെങ്കിൽ ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടു, അയാൾക്കത് ഇഷ്ടപ്പെട്ടു, അയാൾ ഒരു ലൈക്ക് ചെയ്തു, ഒരു സന്തോഷം. അല്ലെങ്കിൽ ഒരാൾ പറയാം നിങ്ങൾ പറയുന്ന രസമുണ്ട് കേട്ടോ, ഒരാളങ്ങനെ പറഞ്ഞു, നമ്മളറിയാത്ത ഒരാളങ്ങനെ പറയുമ്പോൾ അങ്ങനെ സന്തോഷം. അപ്പം നമ്മളെന്താ ചോദിക്കുന്നത് അറിയോ, ഇപ്പോൾ ഈ വലിയ യൂട്യൂബേഴ്സ്, ഇപ്പോൾ പേളിമണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ ആൾക്കാർക്കൊക്കെ എത്ര ആൾക്കാരാ കാണണേ അങ്ങനെ വിചാരിക്കില്ലേ. അവരൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ്. അവർ കൺസിസ്റ്റൻ്റ് ആയി മുന്നോട്ട് പോയി. നമ്മളീ ഒന്നും സ്റ്റാർട്ട് ചെയ്യാണ്ട് ആകെ 4-5 വീഡിയോ ഇട്ടിട്ട് അതുണ്ടോ അവരങ്ങനെ അവരുടെ അങ്ങനെയൊക്കെ കുറേ പേര് കാണുന്നു അങ്ങനെ പറഞ്ഞിട്ട് തരില്ല. അവർ ഓരോ ദിവസവും എന്ത് ചെയ്തിട്ടാണ് നന്നാക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സെലിബ്രിറ്റീസിന് അവരുടേതായ അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട്, സെലിബ്രിറ്റീസ് അല്ലാത്ത ആൾക്കാർക്ക് അവരുടേതായ അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് നമ്മൾ എവിടുന്നും ഇല്ലാണ്ട് കയറി വരുന്നത്. ഇപ്പോൾ തനി മലയാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗർ ഉണ്ട്, അവർ അങ്ങനെ സെലിബ്രിറ്റി ആയിരുന്നില്ല, പക്ഷെ അവരുടെ വ്ളോഗ്സ് നന്നായി ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൊരു അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അവരങ്ങനെ ഒരു എന്താ പറയുക ഇത് കിട്ടിയിട്ട് സ്റ്റെപ്പ് കയറി നിർത്തിയിട്ട് വന്നതല്ല. അപ്പോൾ അവർക്ക് അവരുടേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. വെളിമണ്ണിനെ പോലെ ആൾക്കാർക്ക് അവരുടേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ്, എത്ര കുക്കിംഗ് വീഡിയോസ് ഓൾറെഡി ഉണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറില്ല. എന്നിട്ടും പുതിയ ചാനൽസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അവർ ക്ലിക്ക് ആവുന്നില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പലതും എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുക്കിംഗ് ചാനൽ തുടങ്ങണമെന്ന് വെച്ചാൽ തുടങ്ങുക. നിങ്ങളൊരു 4-5 വിഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കിയ വിഭവങ്ങൾ, എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ തീർത്തുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുക. ഞാൻ പറയണത് ഇനി ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് ഒട്ടും കുറവില്ല. നിങ്ങൾക്കുള്ള അതിനുള്ള ആ ആർജവം ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും വിചാരിക്കേണ്ടത് ആദ്യത്തെ ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടു ആരും കാണുന്നില്ല, ചിലപ്പോൾ അതിലൊരു വീഡിയോയിലൊരു 100 വ്യൂ കിട്ടി, അത് കഴിഞ്ഞ് പിന്നെ ആരും കാണില്ല. ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ്. അതങ്ങനെയാണ്, എല്ലാവരുടെയും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി സെലിബ്രിറ്റീസ് അല്ലാത്ത ആൾക്കാരുടെ ഒക്കെ അങ്ങനെ തന്നെയാണ്, ആരും കാണാനുണ്ടാവില്ല.
നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ആസ്വദിക്കുക. ആ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആരും കാണാനില്ല എന്നുള്ള പ്രശ്നം നമുക്കുണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ വീഡിയോസ്, എൻ്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെ കുത്തിയിരുന്ന് കാണാം. കാരണം എന്ത് രസം, ഞാൻ അങ്ങനെ പറഞ്ഞു, എന്ത് രസം അങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ തന്നെ ആയിരിക്കും എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന്. കാരണം ഞാൻ പറയുന്ന ഒരു തമാശ, ഞാൻ ആ തമാശ എടുത്താൽ അപ്പോൾ ഭയങ്കര രസമുണ്ടല്ലോ എന്നിട്ട് ഞാൻ തന്നെ രുചിച്ചിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോ ആസ്വദിക്കാൻ പറ്റണം, അതൊരു കീ ആട്ടോ. അങ്ങനെ നമ്മൾ ആസ്വദിക്കുന്ന വീഡിയോസ് വേറെ ആൾക്കാർ ആസ്വദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആകെ ബലം പിടിച്ചിരുന്ന് വേർത്തൊരു വീഡിയോ ചെയ്താൽ പിന്നെ നമ്മൾ എങ്ങനെ എനിക്ക് കാണേണ്ട വീഡിയോ എന്ന് അത് വേറെ ആരും കാണില്ല. നമുക്ക് ഇഷ്ടപ്പെടണം ആ വീഡിയോ. നമ്മൾ ചെയ്യുന്ന ചെറിയ 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 കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കണു. യൂട്യൂബ് ചാനൽ ഓൾറെഡി തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് 50 വീഡിയോസ് ഓരോ ആഴ്ച ഓരോ വീഡിയോ വെച്ചിടുക, അതാണ് ഫസ്റ്റ് ലക്ഷ്യം. പിന്നെ ഓരോ വീഡിയോസിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യുക. എന്തെങ്കിലും നോക്കിയിട്ടോ ഇത് ഇങ്ങനെ പോരാ, ഇത് കുറച്ചുകൂടി ഇങ്ങനെ ആക്കുക, അത് ഇങ്ങനെയൊന്ന് സെർച്ച് ചെയ്യുക. എന്തൊക്കെ റിസോഴ്സ് ഉണ്ട് യൂട്യൂബിൽ തന്നെ, സെർച്ച് ചെയ്ത് അത് ബെറ്റർ ആക്കി കൊണ്ടുവരിക. ഇനി ഇപ്പോൾ ഉള്ള സമയം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ എഡിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഷൂട്ടിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ടെക്നിക്കലായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.